everyone, welcome back to my channel. Hope you all are doing good. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഞാനും ഐഷയും റെഡി ആയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ പാക്ക് ചെയ്ത് കോളേജിലോട്ട് കൊണ്ടുപോവാണ്. കഴിക്കാനായിട്ട് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിട്ടോ ഇറങ്ങിയപ്പോൾ തന്നെ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫാണ്. കോളേജിലും പിന്നെ പുറത്ത് പോയതും ഒക്കെ ഉള്ള ഒരു ഇച്ചിരി ലോങ് ആയിട്ടുള്ള ഒരു വീഡിയോ ആവാനുള്ള എല്ലാ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞങ്ങളുടെ PG നിന്ന് ഞങ്ങളുടെ കോളേജ് വരെ നടക്കാൻ തന്നെ അത്യാവശ്യം ദൂരമുണ്ട്. ബട്ട് PG നിന്ന് കോളേജ് വരെ കുറച്ച് ദൂരമുള്ള കോളേജിനകത്ത് നടക്കാനായിട്ട് അത്യാവശ്യം കുറേ ഉണ്ട് കേട്ടോ. ഞാൻ ക്യാമ്പസ് ടൂറൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, റേവേൻ്റെ ഉള്ളിൽ ഒരുപാട് നടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റൊക്കെ കയറി ഇറങ്ങിയിട്ട് ഇപ്പോൾ ഞങ്ങളുടെ ലിഫ്റ്റ് 7th ഫ്ലോർ വരെ പോകത്തുള്ളൂ കേട്ടോ. പണ്ടൊക്കെ 8th ഫ്ലോർ വരെ പോകുമായിരുന്നു. പിന്നെ ഒരു സ്റ്റെയർ കയറി നമ്മൾ 8th ഫ്ലോറിൽ പോകും. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർ വന്നിട്ട് യമുന മാമിൻ്റെ ആയിരുന്നു. മാം എടുക്കുന്ന സബ്ജക്റ്റ് കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അത് ഇപ്പോഴും എന്താണെന്ന് ഞങ്ങൾക്ക് നേരെ മനസ്സിലായിട്ടില്ല. ഫുള്ളും അക്കൗണ്ടൻസിയും മാർക്കറ്റിങ്ങും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ സയൻസ് പഠിച്ചവർ കൊമേഴ്സ് ഒരു കോപ്പും അറിയാണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം എന്തൊക്കെയോ നോക്കിയിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ മാം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോക്കേണ്ട കമ്മിറ്റിയുടെ പേരൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഒന്ന് നോക്കിട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത മാം വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അടുത്ത ഡിജിറ്റൽ മീഡിയ മാർക്കറ്റിംഗ് എന്തോ ആയിരുന്നു. അപ്പോൾ മാം ആബ്സെൻ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നല്ല ഉറക്കം വരുന്നുണ്ട്. പിന്നെ വിദൂഷ അവിടെ എന്തൊക്കെയോ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ റാൻഡമായിട്ട് കുറച്ച് വീഡിയോസ് എടുത്തു കേട്ടോ. എല്ലാവരും ലൈക്ക് 2 വൈറ്റ് 2 യെല്ലോ ഒക്കെ ആയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് സെക്കൻഡ് ആർ ഇല്ലായിരുന്നു കേട്ടോ. സെക്കൻഡ് ആർ വന്നിട്ട് ഞങ്ങളോട് എല്ലായിടത്തും ഞങ്ങളുടെ സൗഗന്ധിക ഓപ്പൺ സ്റ്റേജ് ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അവിടെ പോകാൻ പറഞ്ഞു. കാരണം ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഇപ്പം റേവേയിൽ ഇങ്ങനത്തെ ഫോട്ടോ സെക്ഷൻസും അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ലിഫ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാനാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് പോയപ്പം ലിഫ്റ്റ് കംപ്ലീറ്റ് ആയി പോയത് കാരണം എന്താ പറയുക, നമുക്ക് കിട്ടിയില്ല ലിഫ്റ്റിൽ പോയി. അപ്പോൾ നമ്മൾ അടുത്ത ലിഫ്റ്റ് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തെ കുറച്ച് കലാപരിപാടികളാണ്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ആരോ പുറകിൽ നിന്ന് വന്നു. നോക്കിയപ്പോഴത്തേക്കും വിദുശ്രീയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വിദുശ്രീ ഹായ് പറഞ്ഞിട്ട് പോയി. പിന്നെ വിദുഷിക്ക് എന്തോ ഒരു വീഡിയോ എടുക്കണമായിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ പിടിച്ച് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. ఇంకేం కావాలి. And then one more song. పడివాడు భద్ర వటకం కయ్యేణు తంబురటి నల్లచ్చం తిరుమిషన్ దుకాణి കടിതുടങ്ങി. അങ്ങനെ വിദൂഷിക്ക് അറിയാമെന്നുള്ള ഒരു മലയാളം പാട്ടും ഏതൊക്കെയോ ലാംഗ്വേജിലുള്ള പാട്ടൊക്കെ പാടിയിട്ട് ഞങ്ങൾ നേരെ സൗഗന്ധികയിലോട്ട് പോവാണ്. സൗഗന്ധിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേവയുടെ ഓപ്പൺ സ്റ്റേജാണ്. കുറേ പേർക്ക് സൗഗന്ധികയും എൻ്റെ പേരുമായിട്ട് കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. എന്നെ കുറേ പേര് കളിയാക്കി സൗഗന്ധിക എന്ന് വിളിക്കാറുണ്ട്. അപ്പം ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്കൂളിൽ നിന്നും സ്കൂൾ ഓഫ് ആർട്സ്, സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ്, സ്കൂൾ ഓഫ് കോമേഴ്സ്, സ്കൂൾ ഓഫ് സയൻസ്, അങ്ങനെ എല്ലാ ബിസിനസ് സ്കൂളും എല്ലാ സ്കൂളിൽ നിന്നുള്ള സ്റ്റുഡൻസിനെ കൊണ്ട് നിർത്തിയിട്ട് ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ റേവ എന്ന് എഴുതിയതിന് ശേഷം ആ ആറിൻ്റെ ഉള്ളിൽ കോമേഴ്സുകാരെ ഫില്ല് ചെയ്യും, ഈക്കുള്ളിൽ ബിസിനസ് സ്കൂൾ, അങ്ങനെയല്ല. അപ്പം ഞങ്ങളുടെ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് A ആണ് കേട്ടോ. അപ്പം ഇവർക്ക് ഈ സെയിം കളർ ഡ്രസ്സൊക്കെ ഇട്ടതിന് ശേഷം ഫോട്ടോസ് എടുക്കാനാണ് ഇൻഡിപെൻഡൻസ് ഡേക്ക്. അപ്പോൾ അതിലത് പ്രാക്ടീസ് ആയിട്ട് ലൈക്ക് ആൾക്കാരെ നിർത്തുമ്പോൾ അത് നിറയുമെന്നൊക്കെ നോക്കാൻ വേണ്ടി 2-3 ദിവസം കൊണ്ട് എല്ലാ ദിവസവും പ്രാക്ടീസാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒടുക്കത്തെ വെയിലായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സൊക്കെ തണലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവരോട് പറയണം നിങ്ങൾക്ക് ഇങ്ങനെ നിന്നാൽ മതിയല്ലോ, ഞങ്ങളിവിടെ ഭയങ്കര വെയിലുണ്ട്. ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ആ ഒരു പീക്ക് ടൈമിലുള്ള വെയിലാണ്. അപ്പം ഞങ്ങൾ അവസ്ഥയായിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ചൊരു 1 hour ഇങ്ങനെ നിൽക്കും കേട്ടോ അവിടെ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ മാമിനോട് ഇങ്ങനെ പരാതി പറയണം, മാം ഞങ്ങൾ നിൽക്കത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെയിലൊക്കെ ഒന്ന് കുറഞ്ഞ് ഞങ്ങൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ ഇങ്ങനെ നിന്ന്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയപ്പോഴത്തേക്കും മാം ഞങ്ങളോട് പറഞ്ഞു, മാം ഞങ്ങൾക്ക് എന്തെങ്കിലും മേടിച്ച് തരാമെന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും വിളിച്ചിട്ട് ഞങ്ങൾ HOD ആണ് സുധീഷന മാം തന്നെയാണ് ഞങ്ങൾ ഫിലിം അപ്രിസിയേഷനും പഠിപ്പിക്കുന്നത്. അങ്ങനെ മാം ഞങ്ങൾക്ക് ജ്യൂസും ഒക്കെ മേടിച്ചത്. കുറേ ഒരു കോക്കും പിന്നെ എന്താ പറയുക ഓറഞ്ച് പൾപ്പി ഓറഞ്ചും കൊക്കക്കോളയും പിന്നെ ഞാനൊരു ഫ്രൂട്ടി മേടിച്ചു, ആയിഷ ബട്ടർ മിൽക്ക് മേടിച്ചു. അങ്ങനെ അതൊക്കെ കുടിച്ചതിന് ശേഷം നേരെ ക്ലാസ്സിലോട്ട് പോവുകയാണ്. അപ്പം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ബ്രേക്കായിരുന്നു, ലൈക്ക് ലോങ് ബ്രേക്കായിരുന്നു. അപ്പം ഞങ്ങൾ പൂരി കൊണ്ടുവന്നിട്ടുണ്ടായി. എനിക്കറിയില്ല എന്താണ് ഞാൻ വീഡിയോ എടുക്കുമ്പോഴൊക്കെ പൂരി അല്ലെങ്കിൽ ദോശ എന്ന്. എനിക്ക് അല്ലാത്ത ഫുഡും ഉണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പൂരിയും ദോശയാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഞങ്ങളുടെ ജൂനിയറാണ് കേട്ടോ, ഞങ്ങളുടെ ജൂനിയർ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത അവർ വന്നിട്ട്
ഡിജിറ്റൽ മീഡിയ മാർക്കറ്റിംഗ് ആയിരുന്നു. മാം ആബ്സെൻ്റ് ആയത് കാരണം റീമ മാം ഞങ്ങളുടെ ക്ലാസ്സിൽ കൊണ്ട്, ഇത് ഞങ്ങളുടെ ക്ലാസ്സാണ് കേട്ടോ. ഈ ക്ലാസ് ഞങ്ങളിപ്പോൾ അടുത്ത ക്ലാസ്സിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒട്ടും ഞങ്ങളുടെ ഇപ്പോഴത്തെ ക്ലാസ് ഇഷ്ടമല്ല. ഇത് ഞങ്ങളുടെ ഈ ക്ലാസ് ഞങ്ങൾ 2 വർഷം പഠിച്ചതാണ്. ഇതുമായിട്ട് ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ എന്തോ കാര്യമായിട്ടുള്ള കാര്യം നടന്നു. അങ്ങനെ ഞാനും ഐശ്വര്യം ഭയങ്കരമായിട്ട് ചിരിക്കുകയായിരുന്നു കേട്ടോ. എന്തോ ഞങ്ങളിങ്ങനെ തമാശ പറഞ്ഞിട്ട് ചിരി നിർത്താൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്ക് പിന്നെ ചിരി പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിർത്തത്തില്ല കേട്ടോ. അപ്പം ഞങ്ങളുടെ പണ്ടത്തെ ഈ ക്ലാസ്സിൽ വന്നിട്ട് സ്മാർട്ട് TV വെച്ചു കേട്ടോ. അപ്പം ഞങ്ങളുടെ ക്ലാസ് ഇപ്പോൾ മാറ്റി, ഇതിപ്പോൾ ഞങ്ങളുടെ ജൂനിയേഴ്സാണ് യൂസ് ആക്കുന്നത്. അപ്പം ഇത് വന്നിട്ട് ബാഡ് ബോയ് ബില്യനേഴ്സിൻ്റെ ഒരു എപ്പിസോഡാണ്. അങ്ങനെ ഞങ്ങൾ ആ ഡോക്യുമെൻ്ററി ഇരുന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അടുത്തൊരു മെൻറ്ററിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആറുണ്ട് കേട്ടോ. അപ്പോൾ ആ അവർ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ മാം നേരത്തെ അത് കഴിഞ്ഞിട്ടുള്ള ക്ലാസ് പ്രീപോണ്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ ഞങ്ങൾ പ്രീപോണ്ട് ചെയ്തത് എന്തൊക്കെയോ സാഹചര്യങ്ങൾ കാരണം പ്രീപോണ്ട് ആയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഋത്തിക്ക് ഉറങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ വൈഭവും ജോഷിയും കൂടെ അതിനെ ചൊറിഞ്ഞിട്ട് അത് എണീറ്റു കേട്ടോ. അവസാനം എണീച്ച് ഋത്തിക്ക് നല്ല ചീത്ത പറയുന്നുണ്ട്, ഞാൻ ഉറങ്ങുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ കുഴപ്പം, എന്നെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ആ ടൈമിൽ പോയിട്ട് ഒരു ബ്രെഡ് പക്കോട കഴിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾ പൂരി കഴിച്ചിട്ടുണ്ടായിരുന്നത് ഷോർട്ട് ബ്രേക്കിലാണ്. അപ്പോൾ എനിക്കത് മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ്. അപ്പോൾ ഇത് ലോങ് ബ്രേക്കിൽ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ സീനിയേഴ്സ് അവർക്കൊരു വോക്സ് പോപ്പിന് വേണ്ടിയിട്ട് അവരിങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ഞങ്ങളുടെ ഇങ്ങനെ വോക്സ് പോപ്പിൻ്റെ ബിറ്റ്സും ബൈറ്റ്സും കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പം സാറിനോടും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പം വിദൂഷിയും ഇങ്ങനെ ഒരു ബൈറ്റ് പറയുന്നുണ്ട്, ഞാനും ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ആൻസർ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു പരിപാടികൾ വോക്സ് പോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ഇപ്പം അവർ ഇത്തവണ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറേ വർക്ക് ഉണ്ടായിരുന്നു. ഒഡീൽ മാമിൻ്റെ ക്ലാസ് ഞാൻ ഒന്നും വീഡിയോ എടുത്തില്ല. നേരെ ഞങ്ങൾക്ക് 4:30 വരെ ക്ലാസ്, 4:45 5 ആവാറായപ്പോൾ ഞങ്ങൾ റൂമിലെത്തിയത്. ഞങ്ങൾ മൂവിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, 6:10 മൂവിക്ക്. വന്ന് ചടപടയെന്ന് റെഡിയായി ഞങ്ങൾ ഓട്ടോ ബുക്ക് ചെയ്തിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ കാണാൻ പോകുന്ന മൂവി ഇറ്റ് എൻഡ്സ് വിത്ത് അസ് ആണ്. കുറേ പേർക്ക് അറിയായിരിക്കും, അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബുക്കാണ്. അപ്പോൾ അതിൻ്റെ മൂവി ഇപ്പോഴാണ് റിലീസായത്. അപ്പോൾ ഞങ്ങൾ അത് കാണാനായിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ട്യൂസ്ഡേ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും കാണത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മൺഡേ ഞങ്ങൾ ട്യൂസ്ഡേക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തത്. ഞങ്ങൾ ഭാരതിയിലാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ കുറച്ചൊരു ഹാഫ് ആൻ അവർ മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ നേരത്തെ എത്തിയതുകൊണ്ട് സിനിമ നല്ല ലേറ്റായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ മിനീസോലൊക്കെ പോയിട്ടൊന്ന് കറങ്ങിപ്പോയി. ഗൈസ്, സോ അൺഎക്സ്പെക്റ്റഡ്ലി ഐ മെറ്റ് സംവൺ. That was really a surprise. അപ്പോൾ ശരിക്കും ഗോത്രീനെയും അശ്വിതനെയും ഞങ്ങൾ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതാണ്. കാരണം ഈ ഭാരതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കോളേജിൽ നിന്ന് അടുത്തുള്ള മോളാണ്. അപ്പോൾ എല്ലാവരും ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വരുന്നുള്ള സാധനമാണ്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം 6:10 തുടങ്ങേണ്ട ഷോ ശരിക്കും പറഞ്ഞാൽ ഒരു 6:40 ഒക്കെ കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത്. അത് ചില അവരുടെ കുറേ ഇഷ്യൂസൊക്കെ കാരണമായിരിക്കാം. അങ്ങനെ ഞങ്ങളവിടെ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ മൂവി കാണാനായിട്ട് കയറിട്ടോ. അടിപൊളി മൂവിയായിരുന്നു. മൂവി എനിക്കും ഐഷയ്ക്കും ഒരുപാട് ഇഷ്ടമായി. അപ്പം ഞങ്ങൾ ബുക്ക് വായിച്ചിട്ട് പോകുന്നവർക്ക് എപ്പോഴും ലിലിയും ആറ്റ്ലസുമാണ് കേട്ടോ ക്യാരക്ടേഴ്സ്. അപ്പം അവർ റൈലും, അപ്പം ഇവരൊക്കെ എന്ന് പറയുമ്പോൾ നമുക്കൊരു യങ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിരിക്കും ഉള്ളിലുണ്ടാവുക. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഏജ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. പക്ഷേ കുറച്ച് കാണുമ്പോഴത്തേക്കും ആ ക്യാരക്ടേഴ്സ് നമ്മളുമായിട്ട് ഭയങ്കരമായിട്ടുള്ള കണക്ഷൻ വരും കേട്ടോ. അപ്പം നല്ല മൂവിയാണ്. ബുക്ക് വായിച്ച് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ധൈര്യമായിട്ട് പോയി കാണാം. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സ്റ്റേഷനറി, അവിടെ തന്നെ നമ്മുടെ സ്റ്റേഷനറി ഷോപ്പിൻ്റെ ആ ഒരു സെക്ഷനിൽ പോയിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ട് നാളെ ഞങ്ങൾക്ക് CSR ആക്ടിവിറ്റി ഇൻഡിപെൻഡൻസ് ഡേയുടെ കുറച്ച് കാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരത്തെ പോയിട്ട് അവിടെ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ വേറൊരു ഷോപ്പിൽ പോയിട്ടുണ്ടായിട്ടോ. നമ്മൾ തിരിച്ച് വന്നിട്ട് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ സ്കൂട്ടി എടുത്തിട്ട് ഓൾമാർട്ടിൽ പോയത്. അപ്പം അവിടെ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ വരുന്ന വഴിക്ക് തമക്കിൽ കയറിയിട്ട് നമ്മുടെ ഈ ഒരു എന്താ പറയുക ഷവർമ കഴിച്ചു. നല്ല ടേസ്റ്റും നല്ല വിശപ്പും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ഒരു സാമാനങ്ങളും ഒക്കെ മേടിച്ച് വരുന്നുണ്ട്. അപ്പം വി റിയലി ഹാഡ് എ ലോങ് ഡേ. ഒരുപാട് ഭയങ്കര ഞങ്ങളിപ്പോൾ ഈ റൂമിലെത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 10 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പം അത്രയും തിരക്കായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. അപ്പം ദ ഹോൾ കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടുണ്ട്. അപ്പം താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. വീഡിയോ കുറച്ച് ലോങ് ആണ്, എന്നാലും ബൈ ആൻഡ് താങ്ക് യു.